ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അനീഷ് അനുമോളോട് വിവാഹാഭ്യർത്ഥന നടത്തിയതാണ്. ഷോയ്ക്ക് അകത്തും പുറത്തും വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇന്നിതാ മോഹൻലാലും ഇക്കാര്യം അനീഷിനോടും അനുമോളോടും ചോദിച്ചിരിക്കുകയാണ്. ഒരു പ്രണയമണം തോന്നുന്നുണ്ടോ അനീഷ് എന്ന് ചോദിച്ചാണ് മോഹൻലാൽ തുടങ്ങിയത്. പിന്നാലെ അനുമോളെ പ്രപ്പോസ് ചെയ്യുന്ന അനീഷിന്റെ വീഡിയോ മോഹൻലാൽ ഹൗസിനുള്ളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് ഇങ്ങനൊരു കാര്യം നടന്നതായി അക്ബർ, സാബുമാൻ, നെവിൻ എന്നിവർ അറിയുന്നത്. പ്രാങ്കാണോ എന്നും അനീഷിനോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. അല്ല, അങ്ങനൊരു ഫീൽ തോന്നി, അത് പറഞ്ഞു എന്നായിരുന്നു അനീഷിന്റെ മറുപടി. ഒരു കാര്യം തോന്നി, അതൊരാളോട് പറയുന്നതിൽ എന്താ തെറ്റ്? എന്റെ പ്രണയം നിനക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്നാണ്. വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. പക്ഷേ നിഷേധിക്കുന്നത് എന്തിനാണ്? ജീവിതത്തിൽ പ്രണയിക്കാത്ത ആൾ മണ്ടൻ എന്നാണ് പറയുന്നത്. പ്രേമം, അനുകമ്പ, സ്നേഹം, പ്രണയം എന്താണ് അങ്ങയുടെ മനസ്സിൽ തോന്നിയത് എന്ന് മോഹൻലാൽ ചോദിക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞ എല്ലാ വികാരങ്ങളുമാണ് എനിക്ക് തോന്നിയത്. അത് ഞാൻ തുറന്നു പറഞ്ഞു എന്നാണ് അനീഷ് പറഞ്ഞത്. പിന്നാലെ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്നാണ് അനുമോളോട് മോഹൻലാൽ ചോദിക്കുന്നത്. ഉറപ്പായും വരണം ലാലേട്ട, 2 വർഷത്തിനകത്തേ ഉള്ളൂ എന്നായിരുന്നു അനുവിന്റെ മറുപടി. അനീഷ് പറഞ്ഞപ്പോൾ എന്ത് തോന്നിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഒരാൾ നമ്മളെ ഇഷ്ടമാണെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? വെറുതെ ഒരാളത് പറയില്ലല്ലോ. അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് തുറന്നു പറയുന്നത്. അനീഷേട്ടൻ അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നത്. എന്നെ പ്രാങ്ക് ചെയ്യുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സംസാരിക്കാൻ പലപ്പോഴും പോയി. പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് പുള്ളിയോട് സ്നേഹമുണ്ട്, പക്ഷേ അത് കല്യാണം കഴിക്കുന്നതല്ല. അനീഷേട്ടനെ ആ രീതിയിൽ ഞാൻ കണ്ടിട്ടുമില്ല. ഫ്രണ്ട് എന്ന രീതിയിലുള്ള സ്നേഹമുണ്ട് എന്നും അനുമോൾ വ്യക്തമായി മറുപടി നൽകി. മറുപടി കിട്ടാതായപ്പോൾ കുറച്ച് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടുവെന്ന് അനീഷിനോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടാൻ പാടില്ല. നമ്മളെപ്പോഴും അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ആംഗിൾ കൂടി ചിന്തിക്കണം. പ്രത്യേകിച്ച് ഒരു സ്ത്രീയോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ലേ യെസ് എന്നോ നോ എന്നോ പറയാൻ പറ്റൂ. ഇതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എന്നും മോഹൻലാൽ പറയുന്നുണ്ട്. ഇതിനിടയിൽ രണ്ടുപേരും മാച്ചാണ്. ഒരിക്കലും തെറ്റ് അംഗീകരിക്കാത്തവരാണ്. എങ്ങനെയോ പടച്ചോൻ കറക്റ്റായി ഒന്നിപ്പിച്ചു. ഇനി അനുവിന്റെ കയ്യിലാണില്ല. യുക്തിപൂർവ്വം ആലോചിച്ച് ഓക്കെ പറയും, എല്ലാം സെറ്റാവും എന്നായിരുന്നു അക്ബർ പറഞ്ഞത്. പിന്നാലെ കേരളപ്പിറവിയോടനുബന്ധിച്ച് മോഹൻലാൽ മത്സരാർത്ഥികൾക്ക് കേക്ക് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. പിന്നാലെ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ആലോചന പോലും എനിക്ക് വരില്ലെന്ന് ആദിലയോടായി അനുമോൾ പറയുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.